ചിലതൊന്നും മാറില്ല, മാറ്റാനാകില്ല. കാരണം അത്രമേൽ സങ്കീർണമായി അതിൽ ചേർന്നിരിക്കുന്ന സംഗതികളാണ് ചില വികാരങ്ങളൊക്കെ. നമ്മൾ വിചാരിക്കും ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ ഈ സഖ്യകക്ഷി സർക്കാർ വന്നതുകൊണ്ട് ചിലതൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നെങ്കിൽ തെറ്റിപ്പോവും. കാരണം അങ്ങനെ മാറാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പുതിയ 18ാം ലോക്സഭയുടെ പ്രോടേം സ്പീക്കറെ നിയമിച്ചപ്പോൾ 8 തവണയായ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കി 6 തവണയായ ഭർത്തഹരി മഹ്താബ് എന്ന് പറയുന്ന ഒഡീഷയിൽ നിന്നുള്ള ഒരു എം പിയെ നിയോഗിച്ചത്. അവിടെ വ്യത്യാസം പലതുണ്ട്. അതിൽ ആദ്യമേ പറയാൻ കഴിയുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ഒരു ദളിതനായ എം പിയാണ്. ഏതായാലും ഇത് വളരെ വിചിത്രമായൊരു വിവാദം ആദ്യം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ കൊടിക്കുന്നിൽ സുരേഷും ഇവരിപ്പം നിയമിച്ച ഒഡീഷ എം പിയും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം പ്രവർത്തനം തുടങ്ങിയ പാർട്ടിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ടില്ല. എല്ലാ തവണയും അദ്ദേഹം പരാജയപ്പെടും, അല്ലെങ്കിൽ വലിയ വെല്ലുവിളിയാണ്, ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്, ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവസാനം കൊടിയെന്ന് വിളിക്കുന്ന കൊടിക്കുന്നിൽ അങ്ങ് ജയിച്ച് കയറാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ഈ വീടുകളും ഭവനങ്ങളും അതുപോലെ തന്നെ മരണങ്ങളും കല്യാണങ്ങളുമൊക്കെ സന്ദർശിക്കുന്നതിന് ക്ഷീണമില്ലാതെ ഓടുന്ന ഒരു മനുഷ്യൻ്റെ കഠിനാധ്വാനമാണ്. ഇത്തവണയും യു ഡി എഫുകാരടക്കം ശങ്കിച്ചത് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലമാണ്. പക്ഷേ കൊടി വിജയിച്ചു. ആ വിജയിച്ചപ്പോൾ 8 തവണ എം പി ആയ കൊടിയാണ് പാർലമെൻറ്റിലെ ഏറ്റവും സീനിയർ മെമ്പർ. എന്നാൽ അദ്ദേഹത്തെ പ്രോടേം സ്പീക്കറാക്കാൻ ബി ജെ പി തയ്യാറായില്ല. അതിനു പകരം പ്രോടേം സ്പീക്കറാക്കിയത് 6 തവണ എം പി ആയ ഒഡീഷയിൽ നിന്നുള്ള ഭർത്തഹരി മഹ്താബ് എന്ന് പറയുന്ന ഒരു എം പിയാണ്. അദ്ദേഹത്തിൻ്റെ കൊടിക്കില്ലാത്ത യോഗ്യത ഒന്ന്, അദ്ദേഹം ദളിതനല്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അദ്ദേഹം ബിജു ജനതാദളായി നിന്നാണ് 6 തവണയും ജയിച്ചത്. ഇപ്പോൾ 7ാം തവണയാണ് ബി ജെ പിയിൽ നിന്ന് ജയിച്ചത്. അദ്ദേഹം 7 തവണയാണ് എം പി ആയത്. ഞാൻ 6 പറഞ്ഞത് ശ്രദ്ധിക്കാതെ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ കൊടിയേക്കാൾ 1 തവണ കുറവ്. ഈ 6 തവണ ജയിച്ച ആൾ കഴിഞ്ഞ മാർച്ചിൽ കൂറുമാറി ബി ജെ പിയിൽ വന്ന ആളാണ്. അത് രാഷ്ട്രീയമായി വലിയ ഔന്നിത്യമാണ്. യഥാർത്ഥത്തിൽ ഈ പ്രോടേം സ്പീക്കറുടെ പ്രധാനപ്പെട്ട ജോലി അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിന് നെഹ്റുവിൻ്റെ കാലം മുതൽ സ്വീകരിച്ച ഒരു നടപടിക്രമമാണ് സഭയിലുള്ള ഏറ്റവും സീനിയർ മെമ്പർ ആരാണോ ആ മെമ്പർ വാചകം ചൊല്ലിക്കൊടുക്കട്ടെ. ഇനി ആദ്യ തവണയാണ് പാർലമെൻറ്റെങ്കിൽ ആ സീനിയോറിറ്റിക്ക് പകരം പ്രായത്തിൻ്റെ സീനിയോറിറ്റി വെച്ച് ആരാണോ ചൊല്ലിക്കൊടുക്കട്ടെ. അവിടെ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ അതും കൊടിക്കുന്നിലിനെ പോലെ ഒരു ദളിതനായ ആളിൻ്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉത്തരേന്ത്യയിലെ ഒരുപാട് സവർണ മാടമ്പിമാർക്ക് പ്രയാസമുണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ പ്രസക്തമായുണ്ട്. ദ്രൗപദി മുർമുവും രാംനാഥ് കോവിന്ദുമൊക്കെ ഈ പറയുന്നത് പോലെ ആ സമൂഹത്തിൽ നിന്നല്ലേ, അവരുടെ മുന്നിലല്ലേ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് ചോദിച്ചേക്കാം. അതിൻ്റെ ഉത്തരമറിയണമെങ്കിൽ ഈ 2024 തെരഞ്ഞെടുപ്പിലെ ട്രൈബൽ SC മേഖലകളിൽ 77 സീറ്റുകൾ സ്വന്തമായിരുന്ന ബി ജെ പി അവിടെ 44 സീറ്റുകളിലേക്ക് ചുരുങ്ങി. യഥാർത്ഥത്തിൽ SC ST മേഖലകളിലാണ് ബി ജെ പി കനത്ത തിരിച്ചടി നേരിട്ടത്. ആ മേഖല കൈപ്പിടിയിൽ ഒതുക്കുന്നതിനായിരുന്നു ഈ രാംനാഥ് കോവിന്ദിനെയും ദ്രൗപദി മുർമുവിനെയും ഒക്കെ രാഷ്ട്രപതിയാക്കിയത്. എന്നാൽ അവിടെ ഇത് കിട്ടാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വലിയ ദേഷ്യത്തിലാണ് ദളിത് സമൂഹത്തിനോട്. എന്ന് മാത്രവുമല്ല, ഇവർ 2 പേരും RSS ആകുന്നതോടുകൂടി പിന്നെ ഇവർ വേറൊരു തരം മനുഷ്യരായി മാറുകയാണ്. അത് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ. സംഗതി എന്തായാലും ഇപ്പോൾ ഈ കാര്യങ്ങളിലൂടെയൊക്കെ സൂചിപ്പിക്കുന്നത് അവർക്ക് മാറാൻ കഴിയില്ലെന്നാണ്. അവരങ്ങനെ മാറുകയുമില്ല. മാറാൻ കഴിയാത്തത് കഴിയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവരുടെ അടിമുടി ഈ സവർണഭാവവും ജാതീയതയും ഒക്കെ തികഞ്ഞതാണ്. മാറിയാൽ ലഭിക്കുന്ന നേട്ടത്തെക്കാൾ മാറിയില്ലെങ്കിൽ സംഭവിക്കുന്ന നഷ്ടത്തെക്കുറിച്ചാണ് അവരുടെ ആകുലത. അതുകൊണ്ട് മാറില്ലത്.